ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മാരേജ് പർച്ചേസിങ് വീഡിയോയാണ്. ഞാൻ എൻ്റെ ഇടയ്ക്കുള്ളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കല്യാണ മേളത്തിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം അത് ബാക്ക് ടു ബാക്ക് ഇനി ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഡ്രസ്സും ഗോൾഡും ഒക്കെ പർച്ചേസ് ചെയ്യാൻ പോയ വീഡിയോ തന്നെ ഫസ്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പം ഞങ്ങളുടെ ഈ യാത്ര നേരെ ചെന്ന് നിൽക്കാൻ പോകുന്നത് പാലക്കാടുള്ള AR ഹാൻഡ്ലൂംസിലാണ്. അമ്മയും മാമനും ഞാനും ചേട്ടനും പിന്നെ ദേവും ഉണ്ട്. ഞങ്ങൾ ഇത്രയും പേരൂടെയാണ് പോകുന്നത് കേട്ടോ. ഞങ്ങൾ രാവിലെ ഒരു 6:30 ആയപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി. പോകുന്ന വഴിക്കാണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചത്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നേരെ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്കാണ് പോയത്. കല്യാണ പർച്ചേസിനാണ് വന്നതെങ്കിലും രാവിലെ 9:30 കയറിയിട്ട് ഞങ്ങൾക്കൊരു ഉച്ചയ്ക്ക് 1 മണിയോട് കൂടിയൊക്കെ ഞങ്ങൾക്ക് 1:30 കൂടിയൊക്കെ ഞങ്ങൾക്ക് തിരിച്ചിറങ്ങാൻ പറ്റി. കാരണം നമ്മുടെ കൂടെയുള്ള എല്ലാവരും ഇങ്ങനെ സെലക്റ്റീവായിട്ട് പിക്ക് ചെയ്യുന്ന ആൾക്കാരായിരുന്നു. എല്ലാം വാരിയിട്ട് ഇങ്ങനെ നിർത്തിയിടുന്ന ആ ഒരു രീതി ഉണ്ടായിരുന്നില്ല. കളർ നോക്കി കളർ ഇഷ്ടപ്പെടും, ആ കളർ എടുക്കും, 1-2 പീസ് എടുക്കും. അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി നേരം ഒന്നും ഒരു സാരിക്കും വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടില്ല. പോയി പെട്ടെന്ന് എല്ലാവരുടേതും എടുത്ത് മടങ്ങാനായിട്ട് പറ്റി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഒരുപാട് ടൈമൊന്നും വേണ്ടി വന്നില്ല. ഡ്രസ്സിൻ്റെ സെക്ഷൻ കഴിഞ്ഞ് ബില്ല് ചെയ്ത് 2 മണിയോടുകൂടി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് കേട്ടോ അവരുടെ കസ്റ്റമർ സർവീസ്. നമ്മുടെ കൂടെ 9:30 ജോയിൻ ചെയ്ത ഞങ്ങൾക്ക് കിട്ടിയ ആളായിരുന്നു സുനീഷ. ആള് 2 മണിക്ക് ഞങ്ങൾക്ക് ബില്ല് ചെയ്ത് പാക്ക് ചെയ്ത് തരുന്നത് വരെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. എന്ത് തന്നെ നമുക്ക് എടുക്കാനും ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് നമ്മുടെ കൂടെ അടിപൊളിയായിട്ട് നിന്നൊരു മെമ്പറായിരുന്നു. പിന്നെ പ്രത്യേകം പറയാനുള്ള കാര്യമാണ് കേട്ടോ പ്രൈസ് ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസായിരുന്നു. നമ്മൾ ഒരുപാട് ഷോപ്പിൽ നിന്ന് ഡ്രസ്സൊക്കെ മേടിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അവിടെ നിന്ന് എടുത്ത സാധനങ്ങളിലും ആ പ്രൈസിലും നന്നായിട്ടത് മനസ്സിലാക്കാൻ പറ്റി. ഒന്നും പറയാനില്ല, സൂപ്പറായിട്ടുള്ള ഒരു പ്ലേസാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാവർക്കും ആ സ്ഥലം സജസ്റ്റ് ചെയ്യുകയാണ്. പർച്ചേസൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് നമുക്ക് ഓണറെ കാണാൻ പറ്റി. രാജു, 2 പേരുണ്ട് കേട്ടോ ഓണേഴ്സ്. അതിൽ ഒരാൾ ഗോഡൗണിലാണെന്ന് പറഞ്ഞു. ആളിൻ്റെ കൂടെ നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ പറ്റി കേട്ടോ. ഫീഡ്ബാക്ക് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്, ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. ദേവുൻ്റെ അടുത്ത് ഭയങ്കര കാര്യമായിരുന്നു. ദേവുൻ്റെ അടുത്ത് പറഞ്ഞു വന്നപ്പം മുതൽ ഇങ്ങനെ ചിരിച്ച് നിൽക്കുകയാണല്ലോന്ന്. അപ്പോൾ എന്തായാലും നമുക്ക് ഭയങ്കര സന്തോഷമായി. നമുക്ക് നമ്മുടെ അഫോർഡബിൾ പ്രൈസിനും അതുപോലെ തന്നെ നല്ല സാറ്റിസ്ഫാക്ഷൻ തോന്നി. സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് നല്ല സാധനം കിട്ടി. നമ്മുടെ പ്രൈസ് നമുക്ക് കയ്യിലൊതുങ്ങുന്നതായിരുന്നു. എല്ലാം കൊണ്ട് നമ്മൾ ഹാപ്പി ആയിട്ടാണ് അവിടെ നിന്ന് ബൈ പറഞ്ഞ് തിരിച്ചു വന്നത്. ഞങ്ങൾ ട്രിവാൻഡ്രത്ത് ഉണ്ടായിരുന്ന സമയത്ത് തന്നെ ഞങ്ങൾ പോയി ഗോൾഡ് പർച്ചേസ് ചെയ്തു. ഭീമയിൽ പോയിട്ടാണ് എടുത്തത്. അപ്പോൾ അതിനുള്ളിലുള്ള കുറച്ച് വീഡിയോസ് മാത്രമേ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം കുറച്ച് വീഡിയോസ് മാത്രമേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പാലക്കാട് പോയിട്ട് ഈ ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്യുന്നത്. ശരിക്കും നമ്മൾ ഇതെല്ലാം ഒരു ദിവസം അല്ല കേട്ടോ ചെയ്തത്. പർച്ചേസിംഗ് ഒക്കെ പല ദിവസങ്ങളായിട്ടാണ് ചെയ്തത്. പക്ഷെ ഞാനതൊരൊറ്റ വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നത്. ഇനി പാലക്കാട് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോയെങ്കിലും മക്കൾക്കുള്ളതൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർക്കുള്ള ഡ്രസ്സ് എടുക്കാൻ നമ്മൾ നേരെ പോയത് എറണാകുളത്തുള്ള പോത്തീസിലാണ്. പെട്ടെന്ന് തന്നെ അവർക്കുള്ള ഡ്രസ്സ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റി. കുറച്ച് ഓൾട്ടർനേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുള്ള സ്റ്റിച്ചിങ് ഏരിയ അവർ തന്നെ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്കതും എളുപ്പമായി. മോളുടെ ഡ്രസ്സ് കുറച്ച് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ തന്നെ ചെയ്യാനും പറ്റി. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ പർച്ചേസിങ് വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് തന്നെ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മൾക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.